വേലിക്കകത്ത് വീടിനുള്ളിലേക്ക് വി എസ് അച്യുതാനന്ദനെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 10 മിനിറ്റ് മാത്രമാണ് അവിടെ ബന്ധുമിത്രാദികൾക്ക് അത്തരത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുമുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത്. അതിനുശേഷം വീടിൻ്റെ മുൻഭാഗത്ത് തന്നെ ക്രമീകരിച്ചിട്ടുള്ള മൊബൈൽ മോർച്ചറിയിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാറ്റും. തുടർന്നാണ് ഇവിടെ മണിക്കൂറുകളായി കാത്തുനിന്നിരുന്ന വി എസിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ജനങ്ങൾക്ക് അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാനുള്ള അവസരം ഉണ്ടാകുക. കടലിരമ്പുന്നത് പോലെയാണ് വി എസ് അച്യുതാനന്ദൻ ഈ വീടിനകത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ വേലിക്കകത്ത് വീടും പരിസരവും ഉണ്ടായത്. മുദ്രാവാക്യങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷം, ഒപ്പം തന്നെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ ഒന്ന് കാണുന്നതിന് വേണ്ടി തിരക്കും കൂട്ടുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളതാണ്. ഈ അകത്തെ കോമ്പൗണ്ടിൽ കാണുന്ന ആളുകളല്ല, പുറത്തേക്ക് വലിയ നിര തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ആ നിര എത്ര നേരം ഇവിടെ നിന്ന് ഇവരെ വി എസിനെ കണ്ടിട്ട് ഇവിടെ നിന്ന് മടങ്ങാനാകും, അല്ലെങ്കിൽ എത്ര നേരം ഇവിടെ ക്രമീകരിക്കാനാകും എന്നതിനെ സംബന്ധിച്ചൊരു കണക്കുകൂട്ടലും ആർക്കും ഇല്ല എന്നുള്ളതാണ്. പരമാവധി ആളുകൾ റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എത്തണമെന്നുള്ള നിർദ്ദേശമാണ് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളാണ് ഉള്ളത്. CPM-ന്റെ ജനറൽ സെക്രട്ടറി എം എ ബേബി, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള ആളുകൾ ഇവിടെയുണ്ട്. മന്ത്രിമാരായ P. ബിന്ദുവും അടക്കമുള്ള ആളുകൾ ഇവിടെ നേരത്തെ തന്നെ വളരെ നേരത്തെ തന്നെ അവരെത്തിയിരുന്നു. ജില്ലയിലെ തന്നെ മന്ത്രിയായ സജി ചെറിയാൻ ആണ് ഇവിടെ ക്രമീകരണങ്ങളെല്ലാം വിലയിരുത്തി. പി. പ്രസാദും സജി ചെറിയാനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ മറ്റൊരു തലമുറയിൽ അവരുടെയൊക്കെ തലമുറയ്ക്ക് മുമ്പുള്ള നേതാവ് വി എസ് അച്യുതാനന്ദൻ, എല്ലാവരും വളരെ ആദരവും കൂടി നോക്കിക്കാണുന്ന പ്രിയപ്പെട്ട നേതാവ് അദ്ദേഹം ഇവിടേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും സാധാരണ ജനമാണ് വി എസിനെ എല്ലാ കാലത്തും ആവേശം കൊള്ളിച്ചിട്ടുള്ളത്. ഈ ഒരു അവസാന യാത്രയിലും ആ ഒരു ആവേശം അങ്ങേയറ്റം അതിൻ്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തുന്ന വിധം വളരെയധികം ജനക്കൂട്ടം അദ്ദേഹത്തെ, ഒരുപക്ഷെ ജീവനോടെ ഉണ്ടായിരുന്ന വി എസ് ആണെന്നുണ്ടെങ്കിൽ ഈ യാത്രയെ അത്രമാത്രം അദ്ദേഹം ആസ്വദിച്ചേനെ. കാരണം ഓരോ സ്ഥലങ്ങളിലേക്കും വി എസ് കടന്നു ചെല്ലുമ്പോഴെല്ലാം തന്നെ വളരെയധികം ജനങ്ങൾ ഇളകി മറിഞ്ഞ് കടലിരമ്പുന്നത് പോലെയാണ് വി എസ് കടന്നു വരുന്ന പരിപാടികളിലേക്ക് കടന്നു വരാറുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ 10 ഇരട്ടി മടങ്ങ് ഒരു ആദരവ് നൽകിയാണ് ആലപ്പുഴ കേരളമൊട്ടാകെ പ്രിയപ്പെട്ട വി എസിനെ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പുറത്ത് ക്രമീകരിച്ചിരിക്കുന്ന മൊബൈൽ മോർച്ചറിയിലേക്ക് ഇറക്കും. അതിനുശേഷം DC ഓഫീസിലേക്ക് കൊണ്ടുപോകും. ഇവിടെയുള്ള മുഴുവൻ പേർക്കും കാണാനുള്ള അവസരം നൽകും എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അങ്ങനെ ശരണ്യ പറഞ്ഞോളൂ, കേൾക്കാം. അങ്ങനെ ഒരു ക്രമീകരണം ഒരുക്കും എന്നുള്ളതാണ് പാർട്ടി നേതൃത്വം അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഇവിടെ തന്നെ ആയിരക്കണക്കിന് പേർ, 10,000-കണക്കിന് പേർ ഈ വേലിക്കകത്ത് വീടും ഒപ്പം തന്നെ വി എസിനെയും കാണുന്നതിന് വേണ്ടി ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഇവിടെയുള്ള മുഴുവൻ പേരും കണ്ടു കഴിഞ്ഞാൽ പിന്നെ DC ഓഫീസിലേക്കാണ് എത്തിക്കേണ്ടത്. DC ഓഫീസിൽ CPM മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അവിടെ പാർട്ടിയുമായി വി എസുമായി അടുത്ത് ഇടപഴകിയിരുന്ന CPM-ന്റെ പാർട്ടിയിലെ തന്നെ പാർട്ടിയിലെ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിക്കുന്നതിന് വേണ്ടി ജില്ലാ കമ്മിറ്റി അടക്കമുള്ള സംവിധാനങ്ങൾക്ക് മുഴുവൻ പാർട്ടി നേതാക്കന്മാർക്കും അഭിവാദ്യം അർപ്പിക്കാനാണ് അവസരമെന്ന് പറയുമ്പോൾ പോലും അവിടെയും വലിയ ക്യൂ ആണ് പുറത്ത് രൂപപ്പെട്ടിട്ടുള്ളത്. ഈ വന്നു നിൽക്കുന്ന ആളുകളെ ഒന്നും തന്നെ പറഞ്ഞയക്കാൻ കഴിയില്ല. ഒരിക്കലും വി എസ് ഒരുപക്ഷെ അങ്ങനെ ഒരു പറഞ്ഞയക്കൽ ഇഷ്ടപ്പെടുകയുമില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കാണാൻ വന്ന മുഴുവൻ പേരെയും അവരെ കാണിച്ചതിന് ശേഷം മാത്രമേ തിരികെ അയക്കൂ എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പുന്നപ്രയുടെയും വയലാറിന്റെയും മണ്ണിലേക്കാണ് വി എസ് അച്യുതാനന്ദൻ കടന്നു വന്നിരിക്കുന്നത്. വിപ്ലവ ഭൂമിയായ പുന്നപ്രയിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പങ്കെടുത്ത പരിപാടിയും പുന്നപ്ര വയലാർ വാരാചരണവുമായി ബന്ധപ്പെട്ട് പുന്നപ്രയിലെ സമരഭൂമിയിലാണ് അദ്ദേഹം എത്തിയത് എന്നുള്ളതാണ്. അതുമൊക്കെ നമ്മൾ വി എസിന്റെ ജീവിതം പരിശോധിക്കുമ്പോൾ ആ ഒരു മടങ്ങിപ്പോക്കിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഏറ്റവും അവസാനം താൻ ഏറ്റവും പ്രിയപ്പെട്ടതായി ആഗ്രഹിച്ച, അതായത് 2019 വരെ പുന്നപ്രയിൽ നിന്നുള്ള ദീപശിഖ വയലാറിലേക്ക് തെളിക്കുന്നത് വി എസ് അച്യുതാനന്ദനായിരുന്നു. പുന്നപ്രയിലെയും വയലാറിലെയും ദീപശിഖ തെളിയിക്കുന്നതും അദ്ദേഹമായിരുന്നു. അങ്ങനെ വാരാചരണത്തിന്റെ 2 ചടങ്ങുകളിലും ഏറ്റവും ആവേശം വാരാചരണത്തിന്റെ അവസാന ദിവസം നടക്കുന്ന വി എസ് അച്യുതാനന്ദന്റെ പ്രസംഗമാണ്. ആയിരങ്ങളെ ഇളക്കി മറിച്ചുകൊണ്ട് വി എസ് എന്നും ആവശ്യമായി
ആവേശമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എത്ര തലമുറകൾ മാറി മാറി വന്നിട്ടും ആ ആവേശത്തിന് ഒട്ടും അറുതിയില്ല, അല്ലെങ്കിൽ അവസാനമില്ല എന്ന് തന്നെയാണ്. ഇനിയും ആവേശമായി PS അച്യുതാനന്ദൻ തുടരും. കാരണം ഈ മുദ്രാവാക്യങ്ങൾക്ക് അത്രമേൽ പ്രസക്തി PS-ന്റെ കാര്യത്തിലുണ്ട്. ഇല്ല ഇല്ല, മരിക്കുന്നില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. അത് ആ ഒരു മുദ്രാവാക്യത്തെ ഇത്രമേൽ യാഥാർത്ഥ്യമാക്കിയ മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു ആദരവാണ് തങ്ങൾക്ക് വേണ്ടി ജീവിതത്തിന്റെ നല്ല ഭാഗമൊക്കെയും കൊടിയ മർദ്ദനത്തിനും പീഡനങ്ങൾക്കും വിധേയനായ PS അച്യുതാനന്ദൻ പിന്നീട് ജനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ച പാർട്ടി കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പ്രയത്നിച്ച PS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അവസാന യാത്ര ജനങ്ങൾ പരമാവധി അദ്ദേഹത്തിന് ആദരവ് നൽകി യാത്ര അയക്കുന്നു എന്നുള്ളതാണ്. നൽകിയ പ്രവൃത്തിക്ക് ജനം നൽകുന്ന കൃതജ്ഞതയോടെയുള്ള മറുപടിയാണ് ഈ യാത്രയപ്പിൽ നമ്മൾ കണ്ട ഓരോ ഇടങ്ങളിലും ഉണ്ടായ കാര്യങ്ങളുള്ളതാണ്. വടക്കൻ കേരളത്തിൽ നിന്നടക്കം നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് VS-നെ കണ്ടവർ ആലപ്പുഴയിലേക്ക് വീണ്ടും എത്തി അദ്ദേഹത്തിന്റെ അന്തിമോപചാര കർമ്മങ്ങളിൽ ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന്, അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരത്ത് നിന്നും ഒക്കെ ഇവിടെ എത്തി. അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പലയിടങ്ങളിൽ നിന്നായി ഇവിടേക്ക് എത്തി. തിരുവനന്തപുരവും തെക്ക് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകൾ, വടക്ക് കാസർഗോഡ് വരെയുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. ഏറ്റവും അർഹമായ യാത്രയയപ്പ് കേരളം PS അച്യുതാനന്ദന് നൽകുന്നു എന്നുള്ളതാണ്. പുന്നപ്രയുടെ സമരനായകന്, കുട്ടനാടിന്റെ കർഷക തൊഴിലാളികളുടെ ജീവരക്തവും അവരുടെ ശ്വാസവുമായ PS അച്യുതാനന്ദന്, CPM-ന്റെ സമുന്നതനായ നേതാവിന്, അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആദരവ് നൽകി ജനം യാത്രയയക്കുന്നു. കേരളം കണ്ട മികച്ച മുഖ്യമന്ത്രിമാരിൽ ഒരാൾ. ഓരോ പാവപ്പെട്ടവരുടെ വിഷയം ആർക്ക് വേണമെങ്കിലും PS-നെ സമീപിക്കാമായിരുന്നു. ആ സമീപിക്കുന്ന വിഷയത്തിൽ കഴമ്പുണ്ടെങ്കിൽ PS പടവെട്ടും. അദ്ദേഹത്തിന് ബോധ്യപ്പെടുക എന്നത് മാത്രമായിരുന്നു ഒരു വിഷയത്തെ ഏറ്റെടുക്കാൻ VS-ന് മുന്നിലുണ്ടായിരുന്ന ഏക കടമ്പ എന്ന് പറയുന്നത്. ആ വിഷയം, ആ പ്രശ്നം VS-ന് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ടാൽ ഉടൻ ആ വിഷയം സ്വന്തം പ്രശ്നമായി ഏറ്റെടുക്കുന്നതാണ് നമ്മൾ ചരിത്രത്തിൽ പലതവണ കണ്ടിട്ടുള്ളത്. എത്ര തലമുറകളാണ് PS അച്യുതാനന്ദന് വേണ്ടി ഈ പാതയോരങ്ങളിൽ ഒരുമിച്ച് കൂടിയതെന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. നേരത്തെ നമ്മൾ കണ്ട കുഞ്ഞു കൈ ചുരുട്ടി, കുഞ്ഞു മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആ കുഞ്ഞ് മുതൽ ഒരു മുതിർന്ന തലമുറ വരെ, വയോധികന്മാരായ ആളുകൾ വരെ ആ മഴയും വെയിലും ഒക്കെ അതിജീവിച്ച് പാതയോരങ്ങളിൽ നിരന്നത് കണ്ട് നാം അത്ഭുതപ്പെടുകയാണ്. ഒരുപക്ഷെ അത്ഭുതപ്പെടേണ്ടതില്ല. ജനത്തിനു വേണ്ടി നിന്നാൽ, ജനത്തിനു വേണ്ടി ഉള്ള